Hello everybody. Fifth semester BSc Mathematics Mathematical Analysis എന്ന പേപ്പറിലെ മൊഡ്യൂൾ 2 ആണ് സീക്വൻസസ്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 3 സെക്ഷൻസ് കഴിഞ്ഞ് 4 സെക്ഷൻസ് നമ്മൾ തീർത്തു. അഞ്ചാമത്തെ സെക്ഷൻ ആണ് കോഷി സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സെക്ഷനിലേക്ക് നോക്കാം. അപ്പൊ ആദ്യമേ കോഷി സീക്വൻസ് എന്താണെന്ന് നോക്കാം. A sequence x equal xn of real numbers is said to be a Cauchy sequence if for every epsilon greater than 0 there exists a natural number k such that mod xn minus xm less than epsilon for all n comma m greater than or equal to k. നമ്മൾ കൺവേർജൻസ് അഥവാ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചു. എന്താ ഒരു സീക്വൻസ് എക്സിന് കൺവേർജന്റ് ആണെന്ന് പറയുന്നത് ഏതാ? ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു നാച്ചുറൽ നമ്പർ കെ കണ്ടുപിടിക്കാൻ സാധിക്കും മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഒരു നാച്ചുറൽ നമ്പർ എന്നിന് ശേഷമുള്ള എല്ലാ ടേംസും ആ എക്സിന്റെ നൈബർഹുഡിൽ കിട്ടുമെന്നാ പറഞ്ഞത്. ഈ കോഷി സീക്വൻസ് എന്ന് പറയണമെങ്കിൽ ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു നാച്ചുറൽ നമ്പർ കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ കെയ്ക്ക് ശേഷമുള്ള ഏത് രണ്ട് ടേംസ് എടുത്താലും അത് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണേക്കാൾ കുറവായിരിക്കണം. മനസ്സിലായോ? കെയ്ക്ക് ശേഷമുള്ള ഏത് രണ്ട് ടേംസ് എടുത്താലും മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. ഓക്കെ, എക്സാമ്പിൾ സീക്വൻസ് 1/n. സീക്വൻസ് 1/n ഒരു കോഷി സീക്വൻസ് ആണ്. അപ്പൊ അത് ചെയ്തേക്ക് നോക്കിയേ. ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ചൂസ് എ നമ്പർ കെ സച്ച് ദാറ്റ് കെ ഗ്രേറ്റർ ദാൻ 2/epsilon. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. ഇപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിച്ചു. അപ്പൊ 2/epsilon എന്താ? 2/3. അപ്പൊ 2/3യേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ കെ എന്താ? 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും. അതാ ഉദ്ദേശിച്ചത്. എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ വി ചൂസ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് കെ ഗ്രേറ്റർ ദാൻ 2/epsilon. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/k ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി കെയേക്കാൾ വലിയ രണ്ട് എന്നും എമ്മും എടുത്തു. ഇഫ് എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, ദെൻ എന്താ? എൻ ഗ്രേറ്റർ ദാൻ കെ അല്ലേ? അപ്പൊ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ആയിരിക്കും. അതേപോലെ തന്നെ 1/m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/k ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ വെക്കുമ്പോൾ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ആണ്. 1/k ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? 1/n ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. അതേപോലെ തന്നെ 1/m ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മോഡ് 1/n മൈനസ് 1/m ലെസ് ദാൻ എപ്സിലോൺ എന്നാ കാണിക്കുന്നത്. അപ്പം മോഡുലസിന്റെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് 1/n പ്ലസ് മോഡ് 1/m. അതെന്താ? ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n, m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പൊ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പൊ എന്താ? സീക്വൻസ് 1/n കോഷി സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിക്കേ. സീക്വൻസ് 1 പ്ലസ് -1 റേസ് ടു n ഈസ് നോട്ട് എ കോഷി സീക്വൻസ്. അപ്പൊ കോഷി സീക്വൻസ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ ചെയ്തേക്കുന്നത്. xn എന്ന് പറയുന്നത് 1 പ്ലസ് -1 റേസ് ടു n ആണ്. n ഈവൻ ആകുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് 1 2 എന്ന് കിട്ടും. xn എന്ന് പറയുന്നത് 2 ആവും. xn പ്ലസ് 1 എന്തോ 0 എന്ന് കിട്ടും. ഓക്കെ, കാരണം ഓഡ് ആകുമ്പോൾ എന്തോ 1 പ്ലസ് -1 0 ആവും. അപ്പൊ n ഈവൻ ആണെങ്കിൽ xn 2ഉം xn പ്ലസ് 1 0യും ആയിരിക്കും. ഇനി നമ്മൾ ഏതൊരു എപ്സിലോൺ തന്നാലും ശരിയാവണമെന്നില്ല. അപ്പൊ തെറ്റിക്കാൻ വേണ്ടി നമ്മൾ ഒരു എപ്സിലോൺ എടുക്കാൻ പോകും. വി ടേക്ക് എപ്സിലോൺ നോട്ട് ഈക്വൽ ടു 2. Then for any k we can choose an even number n greater than k and m equal n plus 1. Mod xn minus xm എന്ന് കിട്ടും. mod xn minus xm എന്ന് പറഞ്ഞാൽ എന്തുവാ? xn plus 1. ഓക്കെ, xn 2 ആണ്, xn plus 1 0 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ ഇതെന്ത് കിട്ടി? mod xn minus xm ഈക്വൽ ടു 2 എന്നാ കിട്ടിയേ. പക്ഷെ എപ്സിലോൺ നോട്ട് എന്തുവാ? 2 ആ. ലെസ് ദാൻ 2 എന്നായിരുന്നു കിട്ടണ്ട, പക്ഷെ നമുക്ക് ഈക്വൽ ടു 2 ആ കിട്ടി. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അത് കോഷി അല്ല. അടുത്ത ഒരു തിയറം നോക്കിയേ.
if x equals sequence xn is a convergent sequence of real numbers, then x is a Cauchy sequence. എന്ന് വെച്ചാൽ എന്തോ every convergent sequence is Cauchy. മനസ്സിലായോ? എല്ലാ കൺവാർജന്റ് സീക്വൻസും കോഷി ആയിരിക്കും. എനി കൺവാർജന്റ് റിയൽ സീക്വൻസ് ഈസ് കോഷി എന്ന് പറയാം. അപ്പൊ ഒരു കോഷി പ്രൂഫ് നോക്കിക്കേ. ലെറ്റ് എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് ആൻഡ് ബി എ കൺവാർജന്റ് സീക്വൻസ്. അപ്പൊ കൺവാർജന്റ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് കാണുമല്ലോ, അതിനെ സ്മോൾ എക്സ് എന്ന് വിളിച്ചു. ലെറ്റ് എക്സ് കൺവാർജസ് ടു സ്മോൾ എക്സ്. ഇനി നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഏതൊരു എപ്സിലോൺ തന്നാലും there exists a k greater than 0 such that mod xn minus x less than epsilon by 2. ലാസ്റ്റ് എപ്സിലോൺ കിട്ടാൻ വേണ്ടി ഇപ്പൊ എപ്സിലോൺ ബൈ 2 for all n greater than or equal to k. അപ്പൊ k യേക്കാൾ വലിയൊരു n എടുത്താൽ ഇങ്ങനെ എഴുതാം. അപ്പൊ k യേക്കാൾ വലിയൊരു m എടുത്താലും അങ്ങനെ പറയാമല്ലോ. ഓൾസോ മോഡ് xm minus x less than epsilon by 2 for all n greater than or equal to k. ഇനി മോഡ് xn minus xn കോഷി സീക്വൻസ് ഇല്ലേ ആണെന്ന് കാണിക്കാൻ എന്തോ മോഡ് xn മൈനസ് എക്സം ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ. അപ്പൊ മോഡ് xn മൈനസ് എക്സം ഈക്വൽ ടു ഒരു മൈനസ് എക്സ് പ്ലസ് ചെയ്യുക, മോഡുലസ് വെച്ച് ഇൻഇക്വാളിറ്റി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഓരോന്നും എന്താ എപ്സിലോൺ ബൈ 2 ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്സിലോൺ എന്ന് എഴുതി. അപ്പൊ മോഡ് xn മൈനസ് എക്സം ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n, m ഗ്രേറ്റർ ദാൻ ഓഫ്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? xn ഒരു കോഷി സീക്വൻസ്. അതായത് ഒരു കൺവാർജന്റ് സീക്വൻസ് ആണെങ്കിൽ അത് കോഷി ആയിരിക്കും. അടുത്ത തിയറം നോക്കിയേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ കൺവാർജന്റ് അല്ല ബൗണ്ടഡ് ആയിരിക്കും. എവരി കൺവാർജന്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് പഠിച്ചു. ഇവിടെ നോക്കിയേ, എവരി കോഷി സീക്വൻസ് ഈസ് ബൗണ്ടഡ്. എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കി. അവിടെ പറഞ്ഞ അതേ പ്രൂഫ് തന്നെ ഉള്ളൂ. എക്സ് ഈസിക്കൽ ടു സീക്വൻസ് എക്സ് ഒരു കോഷി സീക്വൻസ് എടുത്തു. അവിടെ നമ്മൾ എപ്സിലോൺ 1 ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ എപ്സിലോൺ 1. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1. then there exists h. ഏതെങ്കിലും ഒരു ലെറ്റർ എടുക്കുക. ഇവിടെ h എന്നാണ്. h ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് xn മൈനസ് xh ലെസ് ദാൻ 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h. h-നേക്കാൾ വലിയ രണ്ട് നമ്പറാണ്. അതിലെ ഒരു നമ്പർ അങ്ങ് xh എന്ന് തന്നെ എടുത്തേക്കുക. അപ്പൊ ഇതിന്റെ കാര്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, മോഡ് xn മൈനസ് xh ലെസ് ദാൻ 1 കോഷി സീക്വൻസ് ആണ് തന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ആണെങ്കിൽ xn മൈനസ് എക്സ് എന്നാണ് എഴുതുന്നത്. ഇവിടെ കോഷി ആണ് തന്നത് കൊണ്ടാണ് xn മൈനസ് എക്സ് എച്ച് എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഇൻഇക്വാളിറ്റി മോഡുലസിന്റെ ഒരു ഇൻഇക്വാളിറ്റി ആണ്. മോഡ് xn മൈനസ് എക്സ് എച്ച് ലെസ് ദാൻ മോഡ് xn മൈനസ് എക്സ് എച്ച് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം? മോഡ് xn മൈനസ് മോഡ് എക്സ് എച്ച് ലെസ് ദാൻ 1. മോഡ് xn എന്ന് പറയുന്നത് എന്തുവാ? ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എച്ച് ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ എച്ച്. അവിടെ പറഞ്ഞതിന്റെ വിട്ട് സുപ്രീമം വാല്യൂ എടുക്കാൻ പോകും. ഇവിടെ എച്ചിനേക്കാൾ വലിയ നമ്പറേ ഉള്ളൂ. അപ്പൊ എച്ചിനേക്കാൾ ചെറിയ നമ്പേഴ്സിന് എങ്ങനെയായിരുന്നു? സുപ്രീമം എടുത്തു. എം ഈസിക്കൽ ടു സുപ്രീമം മോഡ് x1 മോഡ് x2 എക്സെട്ര മോഡ് xh മൈനസ് 1. എച്ച് തൊട്ട് മേളെ ഉള്ളതിനെല്ലാം നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 1 പ്ലസ് മോഡ് xh അതിന്റെ സുപ്രീമമാണ്. അപ്പൊ എല്ലാ വാല്യൂസും എടുക്കുമ്പോൾ എന്താ? മോഡ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ ഓൾ n. അതായത് ബൗണ്ടഡ് ആണ് കിട്ടി. അതായത് എല്ലാ കോഷി സീക്വൻസും ബൗണ്ടഡ് ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് തിയറം ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് കോഷി കൺവാർജൻസ് തിയറം. എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവാർജന്റ് if and only if it is a Cauchy sequence. അപ്പൊ എന്തു പറഞ്ഞേ? റിയൽ നമ്പേഴ്സ് റിയൽ സീക്വൻസ് ആണെങ്കിലും ശരിയാവത്തുള്ളൂ, if and only ശരിയാവത്തുള്ളൂ. ഓക്കെ, കൺവാർജന്റ് if and only കോഷി. നമ്മൾ ആദ്യം പറഞ്ഞു കൺവാർജന്റ് ആണെങ്കിൽ കോഷിയാണ്. പക്ഷെ കോഷി ആണെന്ന് കരുതി കൺവർജന്റ് ആകണമെന്നില്ല. പക്ഷെ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, റിയൽ സീക്വൻസ് ആണെങ്കിൽ കൺവർജന്റ് if and only കോഷിയാണ്. അപ്പൊ നോക്കിയേ, അസ്യൂം ദാറ്റ് എക്സ് ഈസ് കൺവർജന്റ്. എക്സ് കൺവർജന്റ് ആണെന്ന് എടുത്തു. അപ്പൊ നമ്മൾ മുമ്പേ എഴുതിയ പ്രൂഫാ. എക്സ് കൺവർജന്റ് ആണെങ്കിൽ എക്സ് കോഷിയാണ്. ആ പ്രൂഫ് തന്നെ എഴുതി വെച്ചേക്കോ. നോക്കിയേ, മുമ്പേ പറഞ്ഞ തന്നെ കാര്യം. എക്സ് എൻ ഒരു കൺവർജന്റ് സീക്വൻസ് എടുത്തു. അതിന്റെ ലിമിറ്റ് ആണ് എക്സ്. അപ്പൊ ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു കെ കണ്ടുപിടിക്കാൻ സാധിക്കും. മോഡ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ. കെയേക്കാൾ വലിയൊരു എം എടുത്താലും ഇത് ശരിയാവും. അപ്പൊ മോഡ് xn മൈനസ് എക്സ് എം നമ്മൾ മൈനസ് എക്സ് പ്ലസ് എക്സ് ചെയ്ത് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പം മുമ്പേ പറഞ്ഞ ആ പ്രൂഫ് തന്നെയാണ്. കൺവർജന്റ് എല്ലാം കോഷിയാണെന്ന് പറഞ്ഞ ആ പ്രൂഫ് തന്നെ. അപ്പൊ അത് കോഷിയാണ് കിട്ടി. ഇനി അതിന്റെ കോൺവേഴ്സ് ആണ് നമുക്ക് പുതുതായിട്ട് പ്രൂവ് ചെയ്യണം.
അപ്പൊ കോൺവേഴ്സ് വെച്ചാൽ എന്തോ സീക്വൻസ് എക്സ് എൻ കോഷി സീക്വൻസ് ആണെന്ന് എടുത്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടത്? കൺവെർജന്റ് ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ് ഈസ് കൺവെർജന്റ് ടു സം റിയൽ നമ്പർ. നമുക്കറിയാം എവരി കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ്. അപ്പൊ എക്സ് കോഷി സീക്വൻസ് ആയതുകൊണ്ട് എക്സ് ബൗണ്ടഡ് ആയിരിക്കും. അപ്പൊ ബോൾസാനോ വിയസ്ട്രാസസ് തിയറം വെച്ച് എന്താ പറയാം? ബോൾസാനോ വിയസ്ട്രാസസ് തിയറം എന്ത് പറഞ്ഞേ? എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവെർജന്റ് സബ് സീക്വൻസ് എന്ന്. അപ്പം there is a subsequence x dash of x that converges. അല്ലെ, ഒരു സബ്സീക്വൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും, അത് കൺവേർജ് ചെയ്യുന്നത് എക്സ് സ്റ്റാർ ആണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത കോഷി സീക്വൻസ് എക്സ് സ്റ്റാറിലോട്ട് കൺവേർജ് ചെയ്യുന്ന പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എക്സ് കോഷി സീക്വൻസ് ആയതുകൊണ്ട് എന്താ പറയാ, ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു കെ കണ്ടുപിടിക്കാൻ സാധിക്കും. mod xn minus xm less than epsilon by 2 for all n comma m greater than or equal to h. h ന് ശേഷമുള്ള ഏത് രണ്ട് എന്നും എമ്മും എടുത്താലും mod xn minus xm less than epsilon by 2 ആണ്. ഇനി നമ്മൾ പഠിച്ചു എക്സ് ഡാഷ് ആയിരുന്നു നമ്മുടെ സബ്സീക്വൻസ്. എക്സ് ഡാഷ് കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ വേണ്ടി there exists k such that k നമ്മൾ എടുക്കുന്ന എച്ചിനേക്കാൾ വലിയൊരു നമ്പർ ആണ്. mod xk minus x star less than epsilon by 2. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ 1 നോക്കാം. ഇക്വേഷൻ 1-നകത്ത് നമ്മൾ എമ്മിന് കെ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടും? mod xn minus xk less than epsilon by 2 for all n greater than or equal to h എന്ന് പറയാമല്ലോ. ഇനി നമുക്ക് എന്തോ കൺവെർജന്റ് ആണെന്നാ കാണിക്കുന്നത്. കൺവെർജന്റ് ആണെന്ന് കാണിക്കാൻ എന്താ? mod xn minus x star less than epsilon എന്നാ കാണിക്കുന്നത്. അപ്പൊ mod xn minus x starന് നമ്മൾ മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ കൊണ്ട് ചെയ്തു. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഈ ടേം എക്സ് എൻ മൈനസ് എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് ഇവിടെ എഴുതുന്നത്. എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ നമ്മൾ ഓൾറെഡി ഇത് എക്സ് സ്റ്റാറിലോട്ട് കൺവേർജ് ചെയ്യുവാണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ നോക്കാം എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ. അപ്പൊ അത് രണ്ടും എന്തോ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പൊ ഈക്വൽ ടു എപ്സിലോൺ തന്നെ. അതായത് എന്തോ എക്സ് എന്നിന്റെ ലിമിറ്റ് എക്സ് സ്റ്റാർ ആണ്. അതായത് ക്യാപിറ്റൽ എക്സ് കൺവെർജന്റ് ആണ്. അതായത് കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവെർജ് ചെയ്യും, റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ആണ്. Let x equal to sequence xn be defined by x1 equal to 1, x2 equal to 2 and xn is equal to 1 by 2 into xn minus 1 plus xn minus 2. അപ്പൊ നോക്കിയേ, നമ്മൾ ഇത് ഇൻഡക്ഷൻ വഴി നോക്കുകയാണ്. ഇൻഡക്ഷൻ വഴി നമുക്കറിയാം എന്താ, x1 ലെസ് ആൻ xn 1-നും 2-നും ഇടയ്ക്കായിരിക്കും. കാരണം എന്താ, x1 1 ആണ്, x2 2 ആണ്. x3 എന്താ, യഥാർത്ഥത്തിൽ x1-ന്റെയും x2-ന്റെയും സമ്മിന്റെ പകുതി, അതായത് മീൻ അല്ലേ. അപ്പൊ അത് 1-ന്റെയും 2-ന്റെയും ഇടയ്ക്കായിരിക്കും x3. ഇനി x3 x2-ന്റെയും നടുക്കാണ് x4, x4-ന്റെ x3-യുടെ നടുക്കാണ് x5. അങ്ങനെ പോവാണ്. അപ്പൊ ഇൻഡക്ഷൻ വഴി നമുക്ക് പറയാൻ പറ്റും 1-നും 2-നും ഇടയ്ക്കായിരിക്കും എല്ലാ xnകളും. ഓക്കെ, അതാണ് എഴുതി വെച്ചേക്കുന്നത്. n ഈസിക്കൽ ടു 1 ശരിയാണ്, n ഈസിക്കൽ ടു k വരെ ശരിയാണ്. n ഈസിക്കൽ ടു k പ്ലസ് 1 പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് ലെസ് ദാൻ 2, ഇത് ലെസ് ദാൻ 2. അപ്പൊ ലെസ് ദാൻ 2 എന്ന് കിട്ടി. ഇനി ഇത് ഗ്രേറ്റർ ദാൻ 1, അപ്പൊ ഇതും ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടി. ഇത് മൊണോട്ടോൺ അല്ല, നമുക്ക് കാണുമ്പോഴേ അറിയാം. നോക്കി 1 2, അടുത്ത എന്തോ 1-ന്റെ 2-ന്റെ പകുതി 1.5 ആണ്. ഇനി 2-ന്റെ 1.5-യുടെ പകുതി 1.25 ആണ്. ആ ഒരു രീതിയിൽ. അപ്പൊ മൊണോട്ടോൺ അല്ല. ദ ടേംസ് ആർ ഫോംഡ് ബൈ ആവറേജിങ് അല്ലെ, ആവറേജ് എടുത്തെടുത്താൽ മതി. വി ക്യാൻ സീ ദാറ്റ് മോഡ് xn മൈനസ് xn പ്ലസ് 1 is equal to 1 by 2 raised to n minus 1 ആണ്. നമുക്കറിയാം, അത് കാണുമ്പോഴേ അറിയാം. അടുത്തടുത്ത രണ്ട് ടേംസ് മൈനസ് ചെയ്യുമ്പോൾ 1 by 2 raised to n minus 1 ആ കിട്ടുന്നത്. എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇഫ് m ഗ്രേറ്റർ ദാൻ n, അപ്പൊ xn മൈനസ് xm, മോഡ് xn മൈനസ് xm. അപ്പൊ ഇവിടെ ടേംസ് കണ്ടോ, xn മൈനസ് 1 മൈനസ് ആഡ് ചെയ്തു, xn പ്ലസ് 2 മൈനസ് ആഡ് ചെയ്തു, അങ്ങനെ ഇടയ്ക്ക് ടേംസ് എല്ലാം മൈനസ് ആഡ് ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഓരോന്നും 1 by 2 raised to ഫോമില് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതിന്റെ കൂട്ട് രീതിയിൽ
ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി 1/2n-1 കോമൺ എടുത്താൽ ഇങ്ങനെ കിട്ടി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഇൻഫിനിറ്റ് സീരീസ് അല്ലേ GP. GPയുടെ ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ 1/2 ആണെങ്കിൽ ഇൻഫിനിറ്റ് GP ആയതുകൊണ്ട് സം ഓഫ് സീരീസ് A/1-R. അപ്പൊ അത് 2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ അത് 2. അപ്പൊ 1/2n-2 എന്ന് കിട്ടി. ഏതാ? മോഡ് xn മൈനസ് xm ലെസ് ദാൻ 1/2n-2 എന്ന് കിട്ടി. അപ്പൊ നോക്കി, if epsilon greater than 0 is given if n is chosen so that 1/2n less than epsilon by 4. നോക്കിക്കേ, ഇതിനേക്കാൾ ചെറിയൊരു വാല്യൂ എപ്സിലോൺ എന്ന് എടുത്താൽ 1/2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 4 എന്ന് എഴുതത്തില്ലേ? അപ്പൊ നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ കാര്യങ്ങൾ? അപ്പൊ കോഷി സീക്വൻസ് ആണെന്ന് കിട്ടി. കോഷി ക്രൈറ്റീരിയ വെച്ച് എന്തോ അത് കൺവേർജന്റ് ആണ്. അപ്പൊ എക്സിലോട്ട് കൺവേർജ് ചെയ്യും. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ടേംസിന്റെ കാര്യം പറയുന്നത് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ x1 1 ആണ്, x2 2 ആണ്, x3 1 + 1/2 ആണ്, x4 ഇങ്ങനെ പോവും, x5 ഇങ്ങനെ പോവും, ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചു. അപ്പൊ എന്ത് ടേം ഈ ഒരു രീതി പോകും. അതിന്റെ ലിമിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഓരോ സ്റ്റെപ്പ് നോക്കിക്കേ. ഇങ്ങനെ നമ്മൾ 1/2 കോമൺ എടുത്തു. ഇതെന്താണ്? നമ്മുടെ ജിപിയുടെ സമ്മ A×1-R⁻n/1-R ആ രീതിയിൽ ചെയ്തു. ഓരോ സ്റ്റെപ്പും മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് കൊടുക്കുമ്പോൾ 5/3 എന്ന് കിട്ടുന്നു. അതായത് നമുക്ക് തന്നേക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സീക്വൻസിന്റെ ലിമിറ്റാ നമ്മൾ കണ്ടുപിടിച്ച്. അപ്പൊ അത് ശരിയാക്കുന്നത് എന്തോ 1നും 2നും ഇടയ്ക്കാന്ന് കിട്ടി. മൊണോട്ടോൺ അല്ല എന്ന് കിട്ടി. ഇനി അത് കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്തു. കോഷി സീക്വൻസ് ആയതുകൊണ്ട് കൺവേർജന്റ് ആണ്. കൺവേർജന്റ് ആകുമ്പോൾ അതിന്റെ ഒരു സബ് സീക്വൻസ് എടുത്തു, അതിന്റെ ലിമിറ്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്തു. അപ്പൊ നമ്മൾ ഓരോ ടേംസും ഇങ്ങനെ എടുത്തു. nth ടേമിന്റെ ജനറൽ ഫോം എഴുതി, ഇങ്ങനെ എഴുതി വെച്ചു. ഇനി n∞ ആവുമ്പോൾ 5/3. അപ്പൊ ലിമിറ്റ് 5/3. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആണ് കോൺട്രാക്റ്റീവ് സീക്വൻസ്. നമ്മൾ കോഷി സീക്വൻസ് കണ്ടു. അടുത്ത ഇതാണ് കോൺട്രാക്റ്റീവ് സീക്വൻസ്. A sequence x equals sequence xn of real numbers is contractive if there exists a constant c. 0ക്കും 1നും ഇടയ്ക്കുള്ള കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, such that mod xn plus 2 minus xn plus 1 less than or equal to c into mod xn plus 1 minus xn for all an element of n. അപ്പൊ ഈ ഒരു ഫോം ആണ്. ഇതാണ് കോൺട്രാക്റ്റീവ് സീക്വൻസ്. ആ സിയെ നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. തിയറമാണ്. എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് കോഷി സീക്വൻസ് ആണ്. നമ്മൾ പറഞ്ഞു കോഷി സീക്വൻസ് എല്ലാം കൺവെർജന്റ് ആണ്. അപ്പൊ ഇത് വെച്ച് എന്താ പറയാം? എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് പറയാം. അപ്പൊ ആദ്യമേ നമ്മുടെ യഥാർത്ഥ തിയറം എന്തോ എവരി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് കോഷി. അപ്പം നമ്മളൊരു പ്രൂഫ് നോക്കിയേ. എക്സ് ഒരു കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് എടുത്തു. അപ്പം നമുക്ക് മോഡ് xn plus 1 മൈനസ് xn plus 2 മൈനസ് xn plus 1 ലെസ് ദാൻ ഈക്വൽ ടു c ഇൻറ്റു എഴുതി. വീണ്ടും ഈ ടേമിന് എന്തോ c ഇൻറ്റു മോഡ് xn മൈനസ് xn മൈനസ് 1. അപ്പൊ സിയും സിയും c². അങ്ങനെ ടേം നമ്മൾ ഇവിടെ വരെ കിട്ടി. ഇനി m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ മോഡ് xm മൈനസ് xn ഈസ് ഈക്വൽ ടു, കണ്ടോ ഓരോ ടേമും മൈനസും പ്ലസും ചെയ്തു, മൈനസും പ്ലസും ചെയ്തു. എന്നിട്ട് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഓരോ ടേമിനെ ഈ ഒരു രീതിയിൽ എഴുതി 0:n-1 കോമൺ എടുത്താൽ നമുക്ക് എന്തോ കിട്ടുന്നു? അതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. റീസൺ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്ക്. അപ്പൊ 1 മൈനസ് 0:m-1 എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ന്യൂമറേറ്റർ ലെസ് ദാൻ 1 എന്നുള്ളത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്ക് ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് 0 ആണ്. അപ്പൊ തീർച്ചയായിട്ടും മോഡ് xn മൈനസ് xn ടെൻസ് ടു 0 ആണ്. അതായത് കോഷി സീക്വൻസ് ആണ്. അങ്ങനെ അത് കൺവേർജന്റ് ആണ്.
അതിന്റെ ഒരു കൊറോളറി നോക്കിയേ. If x equal to sequence xn is a contractive sequence with constant c, 0 less than equal to c less than equal to 1, and if x star is equal to limit x, then അതായത് സീക്വൻസ് xn ഒരു കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണ്, അവിടുത്തെ കോൺസ്റ്റന്റ് ആണ് c. കോൺട്രാക്റ്റീവ് സീക്വൻസ് കൺവെർജന്റ് ആയതുകൊണ്ട് ആണെന്ന് നമുക്കറിയാം, അതിന്റെ ലിമിറ്റിനെ എക്സ് സ്റ്റാർ എന്ന് വിളിച്ചു. അങ്ങനാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, mod x star minus xn less than or equal to c raised to n minus 1 by 1 minus c, mod x2 minus x1. Number 2, mod x star minus xn less than or equal to c by 1 minus c into mod xn minus -1. സിമ്പിൾ ആണ്, ഇത് ഓരോ സ്റ്റെപ്പും മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രൂഫ് നോക്കിയേ. xn എന്ന് പറയുന്ന കോൺട്രാക്റ്റീവ് സീക്വൻസ് എടുത്തു. അപ്പൊ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഈ ടേം എന്തോ c ഇൻറ്റു ഇങ്ങനെ എഴുതാം. അങ്ങനെ നമ്മൾ ഇത്രയും എഴുതി. മുമ്പേ എഴുതിയത് തന്നെ, മുമ്പത്തെ പ്രൂഫ് ഇല്ലേ, അത് തന്നെ ഉള്ളു. mod xn മൈനസ് xn അവിടെ നമ്മൾ കുറെ ടേംസ് ആഡ് സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് ചെയ്യുന്നു. ഇത് കോമൺ എടുക്കുന്നു, മുമ്പേ പറഞ്ഞ രീതിയിൽ എഴുതി. ഇങ്ങനെ അതേപോലെ തന്നെ വീണ്ടും. അപ്പൊ നമ്മള് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുക. ഇവിടെ അടുത്ത രണ്ടാമത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടി xn പ്ലസ് കെ മൈനസ് xn കെ മൈനസ് 1 അങ്ങനെ xn മൈനസ് ആ രീതിയിൽ എഴുതി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1, നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ഇല്ലേ, ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. അവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ശരിക്കും എഴുതി പഠിക്കാം. അനാലിസിസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഞാനിതൊരു സ്പീഡായിട്ട് പറഞ്ഞതാ, അല്ലാതെ ഇത് പഠിപ്പിച്ചതല്ല. നിങ്ങൾ കോളേജിൽ പഠിച്ചതിന് ശേഷം കാണുവാൻ വേണ്ടി ഒരു വീഡിയോ, പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഒരു വീഡിയോ, അതേ ഉള്ളൂ ഉദ്ദേശിച്ചത്. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. താങ്ക് യു.